ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറക്കിയ സിസു റോഡ് ഇറ്റ് റിവഞ്ച് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഏതാണ് മൂവി എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനൊരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്. 2022 ആ ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഫിൻലാൻഡും അതേപോലെ തന്നെ ജർമ്മനിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിനിടയിൽ ലാപ്ലാൻഡ് എന്ന് പറഞ്ഞൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫസ്റ്റ് കഥ നടക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്റ്റോറി ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റമി കോർപ്പി എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരൻ യുദ്ധത്തിനിടയിൽ തൻ്റെ കുതിരയും അതേപോലെ തന്നെ താൻ വളർത്തുന്ന ഒരു നായയുണ്ട് ഇതുമായിട്ട് ലാപ്ലാൻഡിൽ താമസിക്കുകയാണ്. അങ്ങനെ തൻ്റെ വീടിനടുത്തായിട്ട് ഒരു കുഴിയെടുക്കുമ്പോഴത്തേക്കും അവിടെ കുറേ സ്വർണ്ണ നിക്ഷേപമുള്ളതായിട്ട് ആൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇതും കൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ വേറെ കുറച്ച് പട്ടാളക്കാരെ അയാളെ തടഞ്ഞു വയ്ക്കുകയും അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്നും അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു, അതും അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അങ്ങനെ ആ ഒരു ഫൈറ്റിനിടയിൽ അവസാനം അപ്പൂപ്പൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുമ്പോൾ ഫിൻലാൻഡിലെ 1946 അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ അപ്പൂപ്പൻ ഇപ്പോഴും തൻ്റെ ആ ഒരു വലിയ വണ്ടിയിൽ യാത്ര തുടങ്ങാണ്. ഇപ്പോൾ വന്നു നിൽക്കുന്നത് സോവിയറ്റ് ബോർഡർ സ്റ്റേഷനിലെ. അങ്ങനെ ആ ഒരു ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരി ഈ വണ്ടി മുഴുവനായിട്ട് നല്ലതുപോലെ പരിശോധിക്കുന്നു. എന്നിട്ട് നമ്മുടെ അപ്പൂപ്പനെ കാണിക്കുന്നതും അറിയാലോ, നമ്മുടെ ജോൺ വിക്കിന്റെ അപ്പൂപ്പനായിട്ട് വരും എന്തായാലും. അങ്ങനെ അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ട് അപ്പൂപ്പൻ നേരെ പോകുന്നത് തനിക്കൊരു കുടുംബമുണ്ട് അവിടേക്കാണ്, തൻ്റെ സ്വന്തം വീട്ടിലേക്ക്. ഇപ്പോൾ ഒരുപാട് ദൂരത്തെ യാത്ര കഴിഞ്ഞിട്ട് അവസാനം ആ ഒരു വീടിന് വെളിയിൽ വരുമ്പോൾ അവിടെ ഒരൊറ്റ മനുഷ്യരെ പോലും കാണാനില്ല. അങ്ങനെ ആ ഒരു വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് അതിനകത്ത് ആരെ കാണാത്തത് കൊണ്ട് അപ്പൂപ്പൻ ഓരോ മുറികളായിട്ട് ഇങ്ങനെ നടക്കും. തൻ്റെ കുടുംബത്തിന്റെ പഴയ ഓർമ്മകളും ഇതെല്ലാം ആലോചിച്ച് ഒരു മുറിക്കകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ തൻ്റെ മകന്റെ ഉയരം അടയാളപ്പെടുത്തിയ ആ ഒരു കട്ടിളയുണ്ടല്ലോ അത് കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അപ്പൂപ്പന് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം വിഷമിച്ചിട്ട് ഇപ്പൊ അടുത്തൊരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അപ്പൂപ്പന്റെ ആ ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നത്. ഇതിന് മുന്നേയുള്ള ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരിക്കലും അപ്പൂവിനൊരു കുടുംബം ഉള്ളതായിട്ട് അറിഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മുടെ അപ്പൂപ്പനൊരു കുടുംബമുണ്ട്, ഒരു ഭാര്യ, 2 ആൺകുട്ടികൾ. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് അപ്പൂപ്പൻ കാണുന്നതും അത് കഴിഞ്ഞിട്ട് സൈബീരിയയിലെ മറ്റൊരു ജയിലാണ് കാണിക്കുന്നത്. അതിനകത്ത് താടി മുടിയെല്ലാം വളർത്തിയിട്ട് കൈയും കാലെല്ലാം ചങ്ങലയിട്ട ഒരാള്. അങ്ങനെ അയാളെ അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ പാർട്ടിൽ ആ ഒരു വില്ലൻ ഉണ്ടല്ലോ, ആ ഒരു ജനറല്, അയാളിപ്പോ ഇവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു കുറ്റവാളിയെ കണ്ടിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് നിന്നും അടുത്ത രാജ്യത്തിലേക്ക് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് വന്നൊരാള്, തൻ്റെ സ്ഥലത്തുള്ള 100ഓളം ആളുകളെ ഒരു ദൈവമില്ലാതെ കൊന്നൊരാള്, അതും നീ നിന്റെ ടീമും, കൂടാതെ 2 വയസ്സുള്ള ഒരു ചെറിയ പയ്യനും, കൂടാതെ അവൻ്റെ സഹോദരനായിട്ടുള്ള 6 വയസ്സുള്ള മറ്റൊരു പയ്യനും അവരുടെ അമ്മയെയും വളരെ ക്രൂരമായിട്ട് നീ നിന്റെ ടീമും കൊന്നു. പക്ഷേ നീ കൊന്നത് ആറ്റോമിക് കോർപ്പിയുടെ കുടുംബത്തെയാണ് എന്ന് പറയുന്നതും ഇത് വേറെ ആരുടെ കുടുംബമല്ല, നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ഹീറോയുടെ ഭാര്യനെ 2 മക്കളെയാണ് ഈ താടിക്കാരൻ കൊന്നിട്ടുള്ളത്. അതും ഒരു ഫീനിഷ് കമാൻഡർ, റെഡ് ആർമിയിലെ 300ഓളം പട്ടാളക്കാരെയാണ് അവൻ കൊന്നു തള്ളിയിട്ടുള്ളത്. അതും അത്രയും കൊടൂരമായിട്ട് എല്ലാവരെയും കൊന്നിട്ടുണ്ട്. ഒരിക്കലും മരണമില്ലാത്ത ഒരുത്തൻ 10 മണിക്കൂറിന് മുന്നേ സോവിയറ്റ് യൂണിയന്റെ അതിർത്തിയിലേക്ക് അവൻ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് നീയാണ് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അത് നിർത്തണമെന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു പട്ടാളക്കാരനെ നീ ജീവനോടെ പിടിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, ആവശ്യമായിട്ടുള്ള പണവും ഞങ്ങൾ തരും. ഇതിന് നീ തയ്യാറാണെന്ന് ചോദിക്കുന്നതും ഇപ്പൊ ഇത് വേറെ ആരുമല്ല, ഈ ഗോൾ ഡ്രാഗനോ എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനാണ്. അതും അത്രയും കൊടൂരമായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ. ഇപ്പോൾ 2 വയസ്സും 6 വയസ്സും പ്രായമുള്ള 2 കുട്ടികളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതും മൺവെട്ടി ഉപയോഗിച്ച് അവരെ പീസാക്കിയാണ് കൊന്നിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കൊടൂര വില്ലനാണിത്. അപ്പോൾ ഇവനോടാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള അപ്പൂപ്പനെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ അപ്പൂപ്പനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ തൻ്റെ ആ ഒരു വീടുണ്ടല്ലോ, ആ വീട്ടിലെ തടിയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം അതെല്ലാം മാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അപ്പൂപ്പന് അവസാനമായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ ഓർമ്മയായിട്ടുള്ളത് ഈ വീടിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതെല്ലാം മാർക്ക് ചെയ്ത് ഇപ്പോൾ അപ്പൂപ്പൻ്റെ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റുകയാണ്. കാരണം അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഈ ഒരു തടിയും ഭാഗങ്ങൾ തന്നെ വെച്ച് ഒരു വീട് കെട്ടി സമാധാനമായിട്ട് അവിടെ ജീവിക്കണം, തൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ വെച്ചുകൊണ്ട്. അങ്ങനെ അപ്പൂപ്പൻ എല്ലാ തടിയും വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഈ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം അവിടെ വെച്ച് കത്തിച്ച് ഇപ്പോൾ തൻ്റെ വണ്ടിയായിട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങാണ്. കുറേ ദൂരം യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും അപ്പോൾ മുന്നിലും പിറകിലും ഇതുപോലെ പട്ടാളക്കാരുടെ വണ്ടികളുണ്ട്. അതിൽ പിറകിലുള്ള വണ്ടിയിലാണ് നമ്മുടെ അപ്പൂപ്പനെ അന്വേഷിച്ച് വന്ന വില്ലനുള്ളത്. അങ്ങനെ മുന്നിൽ വന്ന ആ ഒരു പട്ടാളക്കാരൻ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പാസ്പോർട്ട് വാങ്ങുന്നു. ഇപ്പോൾ പാസ്പോർട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ പട്ടാളക്കാരൻ
അത് തുറന്നു നോക്കുമ്പോൾ ഇത് നമ്മുടെ അപ്പൂപ്പനാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഉടനെ തന്നെ പുറകിലുള്ള നമ്മുടെ വില്ലന്റെ കയ്യിലേക്ക് ആ പാസ്പോർട്ട് കൊണ്ട് കൊടുത്തിട്ട്, സാർ നമ്മൾ അന്വേഷിക്കുന്ന ആള് തന്നെയാണ് ഇതെന്ന് പറയുന്നതും വില്ലനും ആ ഒരു പാസ്പോർട്ട് നോക്കിയിട്ട് ഇപ്പോൾ വില്ലൻ പറയും, ഓ ഈ ഒരു വീരനെ തന്റെ കുടുംബത്തിന്റെ ഓർമ്മ വന്നു തോന്നുന്നു. അവന് ബാക്കിയുള്ള ഒരേ ഒരു ഓർമ്മ ദേ ഈ കൊണ്ടുപോകുന്നത് മാത്രമാണ്. അതുകൊണ്ട് അവനെന്ന് പോയി നോക്കാൻ പറയുന്നതും ഇപ്പൊ ഈ വണ്ടിയിൽ നിന്ന് ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ അപ്പൂപ്പന്റെ വണ്ടിയുടെ മുന്നിലേക്ക് പോകുന്നു. എന്നിട്ടാണ് അവിടെ നിൽക്കുന്ന ആ ഒരു പട്ടാളക്കാരനോട് എന്തോ ഒരു കാര്യം സംസാരിച്ച് തന്റെ കയ്യിലുള്ള ആ ഒരു കുപ്പിയില് തുണി കയറ്റിയിട്ട് അത് കത്തിച്ച് വണ്ടിയിലേക്ക് എറിയാനായിട്ട് നിൽക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ അപ്പൂപ്പന് മനസ്സിലായി ഇതെന്തായാലും ശരിയായിട്ട് വരത്തില്ല, സമാധാനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരെന്തായാലും വെറുതെ വിടത്തില്ല എന്ന് മനസ്സിലായി. അതുമല്ല പുറകിൽ നിന്നും ഒരു പട്ടാളക്കാരൻ വരുന്നുണ്ട്. ഇത് കണ്ട അപ്പൂപ്പനെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മുന്നിലേക്ക് ഒരു പട്ടാളക്കാരൻ വരുന്നതും ഈ ഡോർ അങ്ങ് ഇടിച്ച് തുറക്കുമ്പോൾ ആ കുപ്പി പൊട്ടിയിട്ട് തീയെല്ലാം കൂടി അവന്റെ ദേഹത്ത് തന്നെ പിടിക്കും. അവൻ താഴെ വീഴുമ്പോഴത്തേക്കും മുന്നിലുള്ള ഒരു പട്ടാളക്കാരൻ ടയർ കുത്തി പൊട്ടിയാൻ ശ്രമിക്കുമായിരുന്നു. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പട്ടാളക്കാരൻ ടയറിന്റെ മുന്നിലായി പോയി. എന്നിട്ട് ഈ ഒരു ടയർ കിടന്ന് കറങ്ങിയിട്ട് ആ പട്ടാളക്കാരൻ തെറിച്ച് നമ്മുടെ വില്ലന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീഴും. ഓഹ്, ഒരു കൊടൂര സീനാണത്. അപ്പൊ അതിൽ മറ്റൊരു പട്ടാളക്കാരനാണെങ്കിലോ പെട്ടെന്ന് ഈ ഒരു വണ്ടിയിലേക്ക് ചാടിക്കയറുന്നതും അവനെ പിടിച്ച് സൈഡിലേക്ക് ഇരുത്തിയിട്ട് ഒരൊറ്റ ഇടി അവന്റെ ബോധം പോയി. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നിലുള്ള ആ ഒരു ജീപ്പും ഇടിച്ച് തകർത്ത് തന്നെ മുന്നിലേക്ക് പോവാണ്. ഇപ്പോൾ പുറകെ തന്നെ വേറൊരു വണ്ടിയും നമ്മുടെ വില്ലൻ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയിലിരിക്കുന്ന ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് വാങ്ങിയിട്ട് അതിൽ ബുള്ളറ്റ് ലോഡ് ചെയ്യും. പക്ഷെ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിയത്തില്ല. അപ്പോൾ ആ പട്ടാളക്കാരൻ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ ഒരു ഇടി കൂടി അവന് കൊടുക്കുന്നതും അവൻ ബോധം കിട്ടി പിന്നെയും താഴെ വീഴുന്നു. എന്നിട്ട് ഈ ബുള്ളറ്റ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പട്ടാളക്കാരൻ പിന്നെ എഴുന്നേൽക്കും. അപ്പോൾ അവന്റെ കയ്യിലേക്ക് ഈ ബുള്ളറ്റ് നിറയ്ക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കും. ആ പട്ടാളക്കാരനാണെങ്കിലോ പേടിച്ച് ഈ ബുള്ളറ്റിലേക്ക് നിറയ്ക്കാണ്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലൻ കൂടെ ഇരിക്കുന്ന ആളുകളോട് പറയുന്നത്, അതൊരു വയസ്സായിട്ടുള്ള ആളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവനോട് സൂക്ഷിച്ചും കണ്ടോ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇവർക്ക് ആദ്യമായിട്ടായിരിക്കും അറിയുന്നത്, പക്ഷെ നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ അറിയാം. കാരണം ഫസ്റ്റ് പാർട്ട് കണ്ടതുകൊണ്ട് അപ്പൂപ്പൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് നല്ല ദൂരം തന്നെ അറിയാം. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോൾ അപ്പൂപ്പൻ വണ്ടി ഒരിടത്തേക്ക് നിർത്തുന്നു. ഇവരും എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ തന്നെ നോക്കി നിൽക്കാണ് വണ്ടി നിർത്തിയിട്ട്. അപ്പോഴേക്കും അപ്പൂപ്പൻ തോക്കും കൊണ്ട് താഴേക്ക് ഇറങ്ങി. പുറകിൽ വരുന്ന മറ്റൊരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ നിന്നിറങ്ങുന്ന എല്ലാ പട്ടാളക്കാരെയും ഓരോ വെടിക്ക് ഓരോരുത്തരായിട്ട് മരിച്ചു വീഴാണ്. കാരണം അത്ര ഷാർപ്പായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒരു ബുള്ളറ്റും മിസ്സാവത്തില്ല. അങ്ങനെ എല്ലാവരെയും കൊന്നിട്ട് ഇവരുടെ വണ്ടിയുടെ നേർക്ക് തോക്കും ചൂടിയാണ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ അനങ്ങാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന ഒരുത്തനാണെങ്കിലോ അപ്പൂപ്പനെ നോക്കി ഇറങ്ങാനായിട്ട് വരുമ്പോൾ വില്ലൻ പറയുന്നുണ്ട്, ഹേയ് അടങ്ങിയിരിക്കേ, ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അവൻ കേൾക്കത്തില്ല. പെട്ടെന്ന് തോക്ക് മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും അവന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് അപ്പൂപ്പൻ അവിടെ കൊല്ലുന്നു. എന്നിട്ട് നമ്മുടെ വില്ലന്റെ നേർക്ക് കുറെ നേരം എയിം ചെയ്ത് നിൽക്കും. വില്ലൻ അപ്പൂപ്പനെ തന്നെ നോക്കി നിൽക്കാണ്. പക്ഷെ വില്ലൻ എന്തോ ഒന്നും ചെയ്യുന്നില്ല. പുറകെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് കൊടുത്തിട്ട് അപ്പൂപ്പൻ തന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ വില്ലൻ അവിടെ നിന്നിട്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി ആ സൈഡിലുള്ള അവനെ വലിച്ച് താഴെ കിട്ടിട്ട്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിറകിലൂടെ നമ്മുടെ വില്ലന്റെ ടീം ബൈക്കുകളിലായിട്ട് വരികയാണ്. അത് 4 പേര്. 4 പേരും പുറകെ വരുമ്പോൾ ഈ വഴിയാണ് അവൻ പോയത് എന്നിങ്ങനെ കാണിക്കുന്നതും അവർ 4 പേരും അപ്പൂപ്പന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ മറ്റൊരു വഴിയെ പോയെന്നുള്ള കാര്യം വില്ലൻ മനസ്സിലായിട്ട് ഇവരെല്ലാവരെയും ആ വഴിക്ക് പറഞ്ഞു വിടും. അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. അപ്പൊ ആ റോഡ് വഴി നമ്മുടെ അപ്പൂപ്പൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ 4 ബൈക്കിൽ വരുന്ന വില്ലന്മാരുണ്ടല്ലോ, അവരിപ്പോ ഓവർടേക്ക് ചെയ്ത് അപ്പൂപ്പന്റെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് അതിലൊരുത്തനാണെങ്കിൽ അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്ക് കൊടുത്തുകൊണ്ട് വരുന്നതും അപ്പൂപ്പൻ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ഇവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തലയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇരുമ്പിന്റെ ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ അവനൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. പകരം അവൻ എന്താ ചെയ്യുന്നത്, അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ച് അപ്പൂപ്പന്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അപ്പൂപ്പന്റെ നിയന്ത്രണം വിട്ട് വണ്ടി റോഡിൽ നിന്നും സൈഡിലേക്ക് മാറിയിട്ട് അങ്ങനെ ഇടിച്ച് തെറിച്ചങ്ങ് പോവാണ്. എന്നിട്ട് വീണ്ടും ഒരു വിധത്തിലെ റോഡിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പൊ പിറകെ വരുന്ന 2 പേരിലൊരുത്തൻ അവന്റെ ബൈക്കിൽ നിന്ന് ചാടി ഒരു വണ്ടിക്ക് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് അവൻ മുകളിലൂടെ നടന്ന് ഈ ഡ്രൈവർ സീറ്റിന് അടുത്തേക്ക് വന്നിട്ട് തോക്കെടുത്ത് താഴേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പൂപ്പൻ പെട്ടെന്നങ്ങ് എഴുന്നേറ്റ് മാറും. ആ നായ ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നിട്ട് വണ്ടി അങ്ങനെ തിരിക്കുന്നതും ഇപ്പൊ അവൻ നേരെ മുന്നിലേക്ക് വന്ന് വീണിട്ട് ഇതിന്റെ മുന്നിൽ ഒരു റോപ്പുണ്ട്, അതിലാണെങ്കിൽ ഒരു ഹുക്കും, അതും എടുത്തു വെച്ച് അപ്പൂപ്പനെ അടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പൂപ്പനാണെങ്കിലോ വണ്ടി തിരിച്ചിട്ട് ഇവൻ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ കൂടെ വരുന്ന 2 ബൈക്കുകാർ ഇവനെ ഇടിക്കാതെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവൻ സമാധാനപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്നതും പുറകിലൂടെ വന്ന നമ്മുടെ വില്ലനുണ്ടല്ലോ, അവന്റെ വണ്ടി ഇവന്റെ മുകളിലോട് ഇടിച്ചു കയറി അവനെ കൊന്നിട്ടാണ് പോകുന്നത്. കൂടെയുള്ള ആളാണെന്ന് പോലും നോക്കുന്നില്ല, അങ്ങനെ പോവാണ് പുറകില്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുമ്പോഴത്തേക്കും അടുത്തൊരു ബൈക്കർ അവനിപ്പോൾ പുറകെ വന്നിട്ട് തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് അപ്പൂവനെ ഷൂട്ട് ചെയ്യാണ്ട് വരുന്നതും ഇത് അപ്പൂവൻ കണ്ട് പെട്ടെന്ന് വണ്ടി വലതുവശത്തേക്ക് അങ്ങ് തിരിച്ചിട്ട്
അവിടെ ഒരു പഴയ കാറുണ്ട്. അത് ഇടിച്ചങ്ങ് തെറിപ്പിക്കുമ്പോഴത്തേക്കും ഈ ബൈക്കർ നേരെ തകർന്ന ആ ഒരു കാറിലേക്ക് വന്ന് ഇടിച്ച് പൊട്ടി അങ്ങ് തെറിക്കുന്നു. അവന്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇനി 2 ബൈക്കർമാരുണ്ട്. അവര് രണ്ടുപേരും പുറകെ വന്ന് അതിലൊരുത്തൻ വീണ്ടും ഈ വണ്ടിയിലേക്ക് ചാടിക്കയറിയിട്ട് നേരെ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് വന്ന് നമ്മുടെ അപ്പൂപ്പനെ വലിച്ച് താഴെക്കിടാൻ ശ്രമിക്കും. അങ്ങനെ അപ്പൂപ്പൻ തൂങ്ങിക്കിടക്കുമ്പോഴത്തേക്കും പിറകിൽ വരുന്ന അടുത്ത ബൈക്കറുണ്ടല്ലോ, അവൻ അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അപ്പൂപ്പൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ബൈക്കിന്റെ ഉള്ളിലേക്ക് ഒരു കമ്പി ഇടിച്ചങ്ങ് കയറ്റും. ബൈക്ക് തെറിച്ച് ആ ബൈക്കിലിരിക്കുന്നതാണെങ്കിലോ പീസായിട്ട് തെറിച്ചങ്ങ് പോവാണ്. പുറകെ വരുന്ന വില്ലന്റെ വണ്ടിയിലാണെങ്കിലോ നിറയെ രക്തം വന്നിങ്ങനെ പതിക്കുന്നതും അവൻ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും മുന്നിലേക്ക് വരുന്നു. ഇപ്പൊ ഈ വണ്ടിക്കകത്ത് ബാക്കിയുള്ള പട്ടാളക്കാരന്റെ മുന്നിലുള്ള ആ ഒരു റോപ്പ് ഉപയോഗിച്ച് അവന്റെ കഴുത്തിലേക്ക് ചുറ്റിയിട്ട് ഇപ്പോ ആ ഒരു മെഷീൻ അങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുന്നതും ഇത് കറങ്ങി അവൻ നേരെ മുകളിൽ നിന്നും ഈ മെഷീന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ എഴഞ്ഞെഴഞ്ഞ് മുന്നിലേക്ക് വന്നിട്ട് ഇവന്റെ കഴുത്തിലാണല്ലോ കയറുള്ളത്. അതുമല്ല ഈ മെഷീനാണെങ്കിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിക്കുകയും ചെയ്യും. അവസാനം അവന്റെ കഴുത്ത് മുറിഞ്ഞ് താഴേക്ക് വന്ന് വീഴുന്നു. അതുപോലെയാണ് അവനെ കൊല്ലുന്നത്. അപ്പോൾ വില്ലനും നായകനും രണ്ടുപേരും കൊടൂരന്മാരായിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാവരും ജയിക്കുമെന്ന് മാത്രമാണ് നമുക്കിനി കാണേണ്ടത്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ വില്ലൻ പിറകെ വന്ന് ഒരു കുപ്പിയിൽ തീ കത്തിച്ചിട്ട് അത് നേരെ വണ്ടിയുടെ പിറകിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതും ഈ തടിയെല്ലാം നിന്ന് കത്താൻ തുടങ്ങാണ്. ഇത് കാണുന്ന നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ വണ്ടിയിൽ മരിച്ചെടുക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ തള്ളിയാൻ കിടുന്നതും ഇവൻ തെറിച്ച് നമ്മുടെ വില്ലന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നു. അതുമല്ല അവന്റെ ദേഹത്താണെങ്കിൽ ബോംബ് ഉണ്ടായിരുന്നു. ഇത് കണ്ട വില്ലൻ പെട്ടെന്ന് വണ്ടിയുടെ പിറകിലേക്ക് ചാടിയങ്ങ് വീഴുന്നതും ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ വില്ലന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് വില്ലനൊന്നും സംഭവിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ. ഇവിടെ നായകന് ആദ്യത്തെ പാർട്ടിലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് നമ്മുടെ അപ്പൂപ്പന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വില്ലനും ഒരു കുഴപ്പവും ഇവിടെ സംഭവിക്കത്തില്ല. ലോജിക്ക് നോക്കാനാണെങ്കിൽ ഈ മൂവി നിങ്ങൾ കാണാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ല, ആക്ഷനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മസ്റ്റ് വാച്ചാണ്. എന്നിട്ട് ഈ വണ്ടിയിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടി റോഡിൽ നിന്നും നേരെ സൈഡിലേക്ക് കയറിയിട്ട് അടുത്തുള്ള മരങ്ങളിലൂടെ വണ്ടി ഇങ്ങനെ ചേർത്ത് ഓടിക്കും. അത് കാരണം ഈ ഇലയെല്ലാം തട്ടിയിട്ട് തീ പെട്ടെന്ന് അണയും. അങ്ങനെ കുറേ ദൂരം വന്ന് വണ്ടി ഒരിടത്ത് നിർത്തി ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു തടിയിൽ പിടിച്ച് തീയെല്ലാം നല്ലതുപോലെ അണയ്ക്കുകയാണ്. കാരണം തൻ്റെ കുടുംബത്തിൻ്റെ ഒരേ ഒരു ഓർമ്മ ഇത് മാത്രമാണ്. ഒരിക്കലും ഇതപ്പൂവൻ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ തീ അണച്ചതിന് ശേഷം തൻ്റെ നായ്ക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നു. അതൊഴിച്ച് ആ നായ്ക്ക് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നേരെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ഈ എഞ്ചിൻ നല്ലതുപോലെ ചൂടായി, അതൊന്ന് കൂളാക്കണം. അവിടെയും വെള്ളമെല്ലാം ഒഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ വണ്ടിയുടെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. ഈ കയ്യിലെ ബുള്ളറ്റ് കൊണ്ട് മുറിഞ്ഞിട്ടും അതൊന്നും തൊട്ട് നോക്കുന്നല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. മുഖത്തൊരു റിയാക്ഷനും വരുന്നില്ല. ഇവിടെയൊക്കെ ഒരു ചെറിയ മുള്ളുകൊണ്ട് കൈ മുറിഞ്ഞാൽ തന്നെ ഒടുക്കത്തെ വേദനയാണ്. എന്നിട്ടാണ് അപ്പൂപ്പൻ ഇപ്പോൾ കൂളായിട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ചാപ്റ്റർ 4 കുറച്ചാളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. വേറൊന്നുമല്ല, 2 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ മുകളിലൂടെ കിടന്ന് പറക്കുന്നു. ഇത് നമ്മുടെ വില്ലൻ പറഞ്ഞിട്ട് വന്നതാണ് അപ്പൂപ്പനെ കൊല്ലാൻ വേണ്ടി. ഇപ്പോൾ ഇവരിൽ നിന്നും അപ്പൂപ്പൻ എങ്ങനെ രക്ഷപ്പെടും, അതാണ് ഇനി നമുക്ക് കാണേണ്ടത്. അപ്പോൾ അപ്പൂപ്പൻ ഈ ഒരു കാര്യം കാണുന്നതും പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ആ ഒരു വിമാനത്തിൽ വരുന്നവരാണെങ്കിലോ പുറകെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ്. എന്തായാലും അപ്പൂപ്പൻ്റെ വണ്ടിയിലേക്ക് വലുതായിട്ട് ബുള്ളറ്റൊന്നും കൊള്ളുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഓടിച്ച് പോകുമ്പോഴത്തേക്കും ഇത് തുറസായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇത് മനസ്സിലാക്കി അപ്പൂപ്പൻ നോക്കുമ്പോൾ വലിയൊരു ഷെഡ് ഉണ്ട് അവിടെ. ഇത് കാണുമ്പോഴത്തേക്ക് അപ്പൂപ്പൻ വണ്ടി പെട്ടെന്ന് ആ ഒരു ഷെഡിനകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അതിനകത്തേക്ക് കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും ഇവരിപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യും നോക്കാന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അവരിപ്പോഴും നിർത്താതെ ഇതിന് മുകളിലൂടെ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ബുള്ളറ്റ് അകത്തേക്ക് വരുന്നില്ല. എന്നിരുന്നാലും അപ്പൂപ്പന് ഈ തടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ വണ്ടി എങ്ങനെയെങ്കിലും അടുത്തുള്ള കാടിനുള്ളിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ ഒരു കാര്യം കാണുന്നു, കുറച്ച് കട്ടിയുള്ള തടികൾ. അതേസമയം ഈ ഒരു യുദ്ധവിമാനത്തിൽ വരുന്നവരാണെങ്കിലോ വിമാനം അങ്ങനെ പറത്തി നേരെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്ലിപ്പ് അങ്ങനെ അടിക്കും. എന്നിട്ട് പറന്ന് നേരെ വരുന്നതോ മിസൈൽ വിടാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഷെഡിന്റെ വെളിയിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് അവിടേക്ക് മിസൈൽ വിട്ടു കൊടുക്കുന്നു. അപ്പൂപ്പൻ ഷെഡിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുമല്ല, പുറകിൽ വരുന്ന മറ്റൊരു വിമാനമാണെങ്കിലോ അപ്പൂപ്പന്റെ വണ്ടിയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ മുകളിലായിട്ട് നല്ല വലിയ തടിയാണ് എടുത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ബുള്ളറ്റ് കൊള്ളുന്നത് ആ ഒരു തടിയിലായിരിക്കും. അങ്ങനെ ബുള്ളറ്റ് ആ ഒരു തടിയിൽ കൊള്ളുന്ന സമയം കൊണ്ട് തന്നെ അപ്പൂപ്പൻ വണ്ടി കാടിനുള്ളിലേക്ക് ഓടിച്ചു വിടുന്നു. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് അപ്പൂപ്പനെ കാണാനായിട്ട് കഴിയത്തില്ല. എന്നിരുന്നാലും ഇവർ നിർത്തുന്നില്ല, പിറകെ തന്നെ വരുന്നുണ്ട്. ഈ കാടിന്റെ മുകളിലൂടെ വിമാനം പറക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ വണ്ടിയും കൊണ്ട് നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ വിമാനം ഓടിക്കുന്ന രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് താഴെയുള്ള റോഡിലൂടെയാണ് അയാൾ പോകുന്നത് എന്ന് മനസ്സിലാക്കി അതിലൊരാള് ഈ വിമാനം കാട്ടിലൂടെ ഇറക്കും. എന്നിട്ട് ചരിച്ചിങ്ങനെ പറത്തും. അങ്ങനെ പറത്തി വന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പൂപ്പൻ എന്താ ചെയ്തെന്നറിയോ? പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പിടിക്കുന്നു. ഈ വിമാനത്തിന്റെ ചിറക് വന്ന് ഇതിലേക്ക് ഇടിച്ച് പൊട്ടി വിമാനം തകർന്ന് മുന്നിലേക്ക് വീണ് ആ ഒരു വിമാനത്തിലുള്ള ആളും വിമാനവും തകർന്നു.
ഇനി ഒരാളും കൂടിയുണ്ട്, അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കുറെ നേരം നോക്കുമ്പോഴത്തേക്കും അനക്കൊന്നും ഇല്ല. അതുകൊണ്ട് അപ്പൂവൻ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഈ തകർന്ന വിമാനത്തിന്റെ മുകളിലോട്ട് തന്നെ വണ്ടി ഓടിച്ചിറക്കി നേരെ ഈ ഒരു കാടിന്റെ വെളിയിലേക്ക് വരികയാണ്. ഇപ്പോൾ വെളിയിലേക്ക് വരുന്നതിന് മുന്നേ ഒന്നുകൂടി ചെക്ക് ചെയ്യണം അടുത്ത ആ ഒരു വിമാനം എവിടെയാണെന്ന്. കുറച്ചു നേരം വണ്ടി അവിടെ നിർത്തിയിട്ട് എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നല്ലതുപോലെ ചെക്ക് ചെയ്യും. പക്ഷെ ഒരു അനക്കവും ഇല്ല. ഇനിയിപ്പോൾ അയാൾ പോയെന്ന് വിചാരിച്ച് അപ്പൂവൻ പിന്നെയും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇത്തവണ ആരുമില്ലാന്ന് വിചാരിച്ചിട്ട് ഒരു കടലിന്റെ വശത്തൂടെയാണ് അപ്പൂവൻ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം പോകുമ്പോഴും ഇതുവരെയും ഒരു യുദ്ധവിമാനവും അപ്പൂവന്റെ പിറകെ വന്നിട്ടില്ല. അതുകൊണ്ട് സേഫ് ആണെന്ന് വിചാരിച്ച് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ കടലിന്റെ ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ ആ ഒരു വിമാനം ഓടിച്ചുകൊണ്ട് ആ ഒരു യുദ്ധവിമാനം ഇങ്ങനെ പറന്നു വരുന്നു. അപ്പൂവൻ കാണാതെ എന്നിട്ട് കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു വിമാനം മുകളിലേക്ക് പൊങ്ങി വന്നിട്ട് ഇപ്പം അപ്പൂവന്റെ വണ്ടിയിലേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും കുറേ നേരം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുള്ളറ്റ് തീർന്നു. ഇനിയിപ്പോൾ ബുള്ളറ്റ് ലോഡ് ചെയ്യണം. അതുകൊണ്ട് ആ ഒരു പൈലറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് താൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം റിലീസ് ചെയ്ത് അയാൾ പറന്നങ്ങ് പോകുന്നതും ഇപ്പോൾ ഈ ഒരു വിമാനം പറന്നു ചെന്നിട്ട് അപ്പൂവന്റെ വണ്ടിയിലേക്ക് ഇടിക്കാൻ പോവാണ്. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ അപ്പൂവൻ എന്തായാലും മരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മുടെ അപ്പൂവൻ എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ മുകളിലുള്ള തടിയെല്ലാം കെട്ടിവെച്ചേക്കാണല്ലോ, അതിന്റെ ഒരു കയറങ്ങ് കട്ട് ചെയ്ത് വിടുന്നതും എന്നിട്ട് പെട്ടെന്ന് വണ്ടി അങ്ങ് ബ്രേക്ക് ഓടിക്കും. ഈ സമയം കൊണ്ട് മുകളിലുള്ള തടിയെല്ലാം നേരെ മുന്നിലേക്ക് വന്ന് കുത്തിയിരിക്കുന്നതും ഈ വിമാനം പറന്നു വന്ന് ഈ തടിയിലിടിച്ച് അത് നേരെ മുകളിലേക്ക് പറന്നുപോയി താഴെ വീണ് അതങ്ങ് പൊട്ടുകയാണ്. ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇത് കാണാനായിട്ട് കുറച്ച് വിശ്വസിക്കുന്ന രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വിശ്വസിക്കാം. നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പൈലറ്റ് പാരച്യൂട്ടിലൂടെ പറന്ന് താഴേക്ക് വീഴുന്നു. അയാൾ താഴെ വീണതും പോരാഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ അപ്പൂപ്പൻ ആ ഒരു തടിയെല്ലാം മുകളിലേക്ക് തള്ളി കയറ്റാണ്. ആ സമയത്ത് ഇയാൾ എവിടെ ഇരുന്നിട്ട് അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പൂപ്പൻ എന്തെങ്കിലും തിരിച്ചു ചെയ്തു. ഈ മണ്ടനെ അടങ്ങിയിരുന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ എത്ര ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ അപ്പൂപ്പൻ ഒന്ന് പേടിക്കുന്നത് പോലുമില്ല. പുള്ളിക്കാരൻ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കി ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അയാളുടെ അടുത്തേക്ക് നടന്നു പോകുന്നതും അയാളുടെ കയ്യിലുള്ള തോക്കിന്റെ ബുള്ളറ്റ് തീർന്നു. ഇപ്പൊ അപ്പൂപ്പൻ നടന്ന അടുത്തേക്ക് വന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവൻ പുറയിലേക്ക് നോക്കുന്നു. അവിടെയാണ് മറ്റൊരു കാര്യം, അടുത്ത ഒരു വലിയ യുദ്ധവിമാനം അപ്പൂപ്പന്റെ പിറകെ തന്നെ വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ അപ്പൂപ്പൻ ഇനി നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്ന് മുന്നിൽ വീണ ആ ഒരു തടിയെല്ലാം വീണ്ടും വണ്ടിയുടെ പിറകിലേക്ക് വെച്ച് അതെല്ലാം നല്ലതുപോലെ കിട്ടും. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നതും ഇപ്പൊ ആ ഒരു വിമാനത്തിൽ നിന്നും അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യാന്നല്ല ചെയ്യുന്നത്, അങ്ങനെ നല്ല മിസൈലുകളുണ്ടല്ലോ അത് താഴേക്ക് വരി വരിയായിട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ നല്ല വേഗതയിൽ അങ്ങനെ വണ്ടി മുന്നിലേക്ക് ഓടിച്ചു പോകുന്നതും ഇവിടെയാണ് താഴെ വീണ ആ ഒരു പൈലറ്റിന് പണി കിട്ടാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അയാളിരിക്കുന്ന ഭാഗത്തേക്കാണ് മിസൈൽ വീഴാൻ പോകുന്നത്. അതുകൊണ്ട് മിസൈൽ വീണാൽ അയാൾ എന്തായാലും മരിക്കും. അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ വണ്ടി ഓടിച്ചിട്ട് അവസാനം നേരെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇവര് അപ്പൂപ്പനെ കൊല്ലും. അതുകൊണ്ട് വണ്ടി അങ്ങനെ തിരിച്ച് നേരെ അടുത്തുള്ള ആ ഒരു കടലിലേക്ക് വണ്ടി കൊണ്ടങ്ങ് ഇറക്കാണ്. വണ്ടിയും അപ്പൂപ്പനും ആ നായയും പിന്നെ ആ ഒരു വണ്ടിയിലുള്ള തടിയും എല്ലാം ഈ കടലിലേക്ക് വന്ന് വീണിട്ട് ഇപ്പോൾ പതിയെ പതിയെ വണ്ടി മുഴുവനായിട്ടും വെള്ളത്തിനടിയിലേക്ക് മുങ്ങുന്നു. അങ്ങനെ മുങ്ങി താഴേക്ക് വരുമ്പോഴത്തേക്കും അപ്പൂപ്പൻ എങ്ങനെയെങ്കിലും ആ ഒരു നായനെ കൊണ്ട് വെളിയിലേക്ക് വരണം. അതുകൊണ്ട് തന്റെ നായനെ എടുത്ത് ഡോറും തുറന്ന് വെളിയിലേക്ക് നീന്തി ഇങ്ങനെ പോകുമ്പോൾ ഈ തടി ഉൾപ്പെടെ താഴേക്ക് മുങ്ങിപ്പോവാണ്. അപ്പോൾ നായനെ ആദ്യം തന്നെ മുകളിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് തന്റെ കുടുംബത്തിന്റെ ആ ഒരു ഓർമ്മ അതൊരിക്കലും ഇല്ലാതാവരുത്. അതുകൊണ്ട് അപ്പൂപ്പൻ താഴേക്ക് വന്ന് ഈ വണ്ടിയുടെ കയറെല്ലാം എങ്ങനെയും കട്ട് ചെയ്ത് വിടും. അപ്പോൾ ഈ തടിയെല്ലാം പതിയെ മുകളിലേക്ക് പൊങ്ങി വരും. കാരണം മരിക്കാതിരിക്കാൻ അപ്പൂപ്പൻ എന്തുവേണമെങ്കിലും ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ കുടുംബത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അപ്പൂപ്പൻ എന്തുവേണമെങ്കിലും ചെയ്യും. അങ്ങനെ ഈ തടിയെല്ലാം മുകളിലേക്ക് വരുന്നതും അപ്പൂപ്പനും ഒരു വിധത്തിൽ മുകളിലേക്ക് നീന്തി വന്നു. ആ നായ്ക്കുട്ടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല, അതും അപ്പൂപ്പന്റെ അടുത്തേക്ക് തന്നെ നീന്തി വരുന്നുണ്ട്. അങ്ങനെ അതിനെയും പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും അവിടെ കിടക്കുന്നതും കുറെ കഴിഞ്ഞ് നമ്മുടെ വില്ലൻ ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് ആ കടലിന്റെ ഭാഗത്ത് ഇവർ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂപ്പനെയും കാണുന്നില്ല, ആ ഒരു നായനെയും കാണുന്നില്ല, അവിടെയുള്ള ഒരു തടി പോലും കാണുന്നില്ല. ഇവരെവിടെ പോയെന്ന് ആലോചിച്ച് കടലിലേക്ക് അപ്പൂപ്പൻ മുങ്ങിപ്പോയില്ലേ എന്നറിയാൻ വേണ്ടി ആളവരെ വിടുന്നുണ്ട്. അവർ വന്ന് പരിശോധിച്ചിട്ടും വണ്ടി അല്ലാതെ വേറൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ വില്ലൻ പറയും, നീ ഇപ്പോഴും അടങ്ങത്തില്ലല്ലേ? ഓക്കെ, അടുത്തത് നീ എന്തായാലും ബോർഡറിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം, അവിടെ വെച്ച് ഞാൻ നോക്കാമെന്ന് പറയുന്നതും ഇപ്പോൾ ഇവിടെ നമ്മുടെ അപ്പൂപ്പനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ ആ ഒരു തടിയെല്ലാം കൂട്ടി വെച്ചിട്ട് അതൊരു വലിയ ചങ്ങാടം പോലെ തുഴഞ്ഞ് അവസാനം യുദ്ധം നടന്ന ഒരു കരഭാഗമുണ്ട്, അവിടേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് പട്ടാളക്കാരി മരിച്ചു കിടക്കുന്നു. ഈ കടൽ ഭാഗത്ത് നല്ല രീതിയിൽ യുദ്ധം നടന്നതാണ്. വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ടാങ്കർ കിടക്കുന്നു. ഇത് കാണുന്നതും അപ്പൂപ്പൻ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യും. ഇപ്പൊ അടുത്ത സീനിലെ സോവിയറ്റിന്റെ ബോർഡർ സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വില്ലനും ടീമും അപ്പൂപ്പൻ ബോർഡർ കഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അപ്പൂപ്പൻ എന്താ ചെയ്യുന്നറിയോ, ഈ ടാങ്കറിന്റെ അടിയിലായിട്ട് ബോംബുകളും അതേപോലെ തന്നെ മൈൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. എന്തോ ഒരു കാര്യം വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
അതെന്താണെന്ന് മാത്രം നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ കുറേ നേരം ഇവരിവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ദൂരെ നിന്നും അപ്പൂപ്പൻ ആ ഒരു ടാങ്കർ കൊണ്ടുവരുന്നു. ഈ ടാങ്കറിന്റെ മുകളിലായിട്ട് തന്നെ ആ വീടിന്റെ തടിയും ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലൻ തന്റെ ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോൾ അപ്പൂപ്പൻ ടാങ്കറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൂപ്പനാണെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് അപ്പൂപ്പൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ആ ഒരു പട്ടാളക്കാരോട് ഷൂട്ട് ചെയ്യാൻ പറയുന്നതും അവർ നിർത്താതെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൂപ്പനും ടാങ്കർ നിർത്തത്തില്ല. പകരം അപ്പൂപ്പൻ അങ്ങനെ ടാങ്കർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇവരെ മറികടന്ന് അപ്പുറത്തേക്ക് പോകണം. അതാണ് പ്ലാൻ. ഈ ടാങ്കർ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഒരു പഴയ ടാങ്കറാണ്, ഇതിൽ മിസൈലോ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ടാങ്കർ ഓടും, അത്രമാത്രമേ ഉള്ളൂ. ഇപ്പൊ അപ്പൂപ്പൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് നിന്നും ഒരു തിരി അങ്ങനെ കത്തിച്ചു കൊടുക്കുന്നതും ഈ ടാങ്കർ അടുത്തേക്ക് വരും തോറും തിരി കത്തി കത്തി നേരെ പോകുന്നത് ടാങ്കറിന്റെ അടിയിലേക്ക്, അത് മൈനുകളെല്ലാം വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്തേക്ക്. ഇവരുടെ അടുത്തെത്തുമ്പോൾ ആ ഒരു ടാങ്കറിന്റെ അടിഭാഗം പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ മൈനുകളായതുകൊണ്ട് നല്ല പവറുണ്ട്. ഈ ടാങ്കർ അങ്ങനെ ഒരു ഫ്ലിപ്പ് അടിച്ച് തെറിച്ച് ഈ ഒരു ബോർഡറിന് ഇപ്പുറത്തേക്ക് വരും. അതൊരു ഒന്നൊന്നര സീനാണ്. സത്യത്തിൽ നടക്കോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ ഇതുപോലൊരു സീൻ, ഈ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ ആ ഒരു ടാങ്കർ തല കീഴായിട്ട് മറിഞ്ഞ് ഈ ബോർഡറിന് ഇപ്പുറത്തേക്ക് വന്ന് വീഴുന്നതും ടാങ്കറിന് ഇപ്പോൾ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. കാരണം ടാങ്കറിന്റെ ആ ഒരു ചെയിനും മറ്റു കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പൂവന് നല്ല പരിക്ക് പറ്റി. അങ്ങനെ നമ്മുടെ വില്ലനും ടീമും ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാണ് അപ്പൂവൻ വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പൂവനും തന്റെ കയ്യിലൊരു കത്തി ഇരിപ്പുണ്ട്. അതിന്റെ ആ ഒരു പിടിയുണ്ടല്ലോ തടിയുള്ള, ആ ഭാഗം കടിച്ച് പൊട്ടിച്ച് മുറിച്ച് മാറ്റി ആ കത്തി മാത്രം എടുത്ത് കയ്യിൽ വെച്ചേക്കും. എന്നിട്ട് വില്ലൻ അങ്ങനെ തോക്കുമെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നതും അപ്പൂപ്പൻ ആദ്യം തന്നെ തന്റെ നായയെ പുറത്തേക്കാക്കും. ഇപ്പൊ നായ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അത് ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ ആ നായനെ വില്ലന്മാരൊന്നും ചെയ്യുന്നില്ല, എന്തോ ഭാഗ്യം. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പൂപ്പൻ പതിയെ വെളിയിലേക്ക് ഇറങ്ങി ഉരുണ്ടുരുണ്ട് നേരെ താഴെ വന്ന് വീഴുന്നതും ഇനിയിപ്പോൾ അപ്പൂപ്പൻ അനങ്ങി പോകാനായിട്ട് കഴിയത്തില്ല, നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വില്ലൻ നടന്ന അപ്പൂപ്പന്റെ മുന്നിലേക്ക് വന്നിട്ട് അപ്പൂപ്പനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് വരുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് ഈ ജോലി ഏൽപ്പിച്ച ആ ഒരു മേജർ സംഘവും ഇവിടേക്ക് വരുന്നു. എന്നിട്ട് നമ്മുടെ വില്ലനോട് പറയും ഞങ്ങൾക്ക് അവനെ ജീവനോടെ വേണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പനെ ജീവനോടെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ വില്ലൻ അപ്പൂപ്പന്റെ കാലിൽ പിടിച്ചിട്ട് അപ്പൂപ്പനെ വലിച്ചെടുത്ത് ഇവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പൂപ്പന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നതും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂപ്പൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അപ്പൂപ്പനെ ഒരിടത്ത് കെട്ടിത്തൂക്കിയിട്ടേക്കാണ്. കാലിൽ നിന്നെല്ലാം രക്തം തോനെ താഴേക്ക് വീഴുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പൂപ്പന്റെ പിറകില് ഈ വയറ് എർത്ത് കൊടുത്തിട്ട് അത് വെച്ച് അപ്പൂപ്പന്റെ മുതുകിലേക്ക് അങ്ങനെ അടിക്കും. ഓരോ അടിയിലും ആ മുതുക് ഭാഗം ഉണ്ടല്ലോ അത് നല്ലതുപോലെ കീറുന്നുണ്ട്. വേദന അറിഞ്ഞ് സഹിച്ച് അങ്ങനെ കിടക്കാണ്, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കെട്ടിത്തൂക്കിയിട്ടേക്കുന്നു. കുറെ അടിച്ചതിന് ശേഷം നമ്മുടെ വില്ലൻ ഇപ്പോ അകത്തേക്ക് കയറി വരും. എന്നിട്ട് അകത്ത് നിൽക്കുന്ന ആളെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പൂപ്പന്റെ വീട്ടിൽ നിന്നെടുത്ത ആ ഒരു തടിയിലൊരു ഭാഗം കൊണ്ടുവന്ന് ഇപ്പൊ അപ്പൂപ്പനോട് സംസാരിക്കുകയാണ്. അപ്പോഴേ തന്നെ അപ്പൂപ്പന്റെ പുറകിലുള്ള ആ ഒരു മുറിവ് കാണുമ്പോഴത്തേക്കും എന്തോ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് വില്ലൻ പറയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളെ, കുട്ടികളെ, വയസ്സായവരെ എല്ലാവരെയും കൊന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര പേരെയാണ് കൊന്നതെന്നോ എനിക്ക് വലിയ ഓർമ്മയില്ല. ഞാൻ കൊന്ന ഒരാളെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറുമില്ല. പക്ഷേ ഒരു കുടുംബത്തെ മാത്രമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരമ്മയും 2 കുട്ടികളും. അതിൽ മൂത്ത കുട്ടിയാണെങ്കിലോ കുറേ നേരം അവൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ ഞങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഞാൻ അവരെ 2 പേരെയും കൊന്നു. എന്നിട്ട് അവരെ ഒരു മൺവട്ടി വെച്ച് പീസായിട്ട് മാറ്റി അവരെ കുഴിച്ചു മൂടുകയായിരുന്നു. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? ആ കുടുംബം നിന്റെ കുടുംബമാണ് എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ അപ്പൂപ്പന് എങ്ങനെയുണ്ടാവും? ഇത്രയും നാളും നമ്മുടെ അപ്പൂപ്പനെ സ്വന്തം കുടുംബത്തെ കൊന്നതാരാണെന്ന് ഇതുവരെ അറിയത്തില്ലായിരുന്നു. അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്നോലും അറിയത്തില്ല. ഇപ്പോൾ അവരെ കൊന്നുവെന്ന് കൺമുന്നിൽ വെച്ചിട്ട് കൊന്നവൻ തന്നെ പറയുമ്പോഴത്തേക്കും ഇത്രയും ചെയ്ത അപ്പൂപ്പനെ എങ്ങനെയുണ്ടാവും? എന്നിട്ട് ആ വില്ലൻ പറയും നീയാണെങ്കിലോ എൻ്റെ മുന്നിൽ ഒന്നുമല്ല, ഒരു തുരുമ്പിന് പോലും തുല്യമല്ല. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ കൊന്ന് തീർത്തേനെ. പക്ഷേ നീ ഇപ്പോൾ ഒരു ഇത്രയും വലിയ വീരനായതുകൊണ്ട് നിന്നെ അടിച്ചു തന്നെ ഇവർ കൊല്ലാൻ പോവാണ്. എന്നിട്ട് നിന്റെ കാര്യം വേറെ ആർക്കും ഓർമ്മയുണ്ടാവത്തില്ല. എന്നിട്ട് ആ ഒരു തടി എടുത്ത് കാണിച്ചിട്ട് അത് കഴിഞ്ഞ് നിന്റെ വീട് അതെന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഒരു റെയിൽവേ ട്രാക്കിൽ കൊണ്ട് അവിടെ യൂസ് ചെയ്യും ഈ തടികളെല്ലാം. നിന്റെ കുടുംബത്തിന്റെ മുകളിലൂടെ എപ്പോഴും ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിന്നെയും കൊന്ന് നിന്റെ കുടുംബത്തെ എവിടെയാണോ കുഴിച്ചിട്ടത് അവിടെ തന്നെ കുഴിച്ചിടും എന്നും പറഞ്ഞ് നമ്മുടെ വില്ലൻ ഇപ്പൊ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും സത്യത്തിൽ ഇത്രയും നേരം നമ്മുടെ അപ്പൂപ്പനെ അവരിങ്ങനെ ഉപദ്രവിച്ചിട്ട് അപ്പൂപ്പന് ഒട്ടും വിഷമവും വേദനയില്ലായിരുന്നു. പക്ഷെ തന്റെ കുടുംബത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കാണ് അപ്പൂപ്പനെ ഒട്ടും സഹിക്കാൻ കഴിയാത്തത്. അപ്പൂപ്പൻ അങ്ങനെ നല്ലതുപോലെ കരയുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി അങ്ങനെ തൂങ്ങിക്കിടന്ന് കാല് 2 മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ആദ്യം നടക്കത്തില്ല, 2ാമത്തെ തവണ നല്ലതുപോലെ തന്നെ കാല് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ആ ഒരു തടിയിൽ ചവിട്ടി ആ ലോക്കുണ്ടല്ലോ അത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. കൈയെല്ലാം മുറിയുന്നുണ്ട്, എന്നാലും നിർത്തുന്നില്ല. അവസാനം ആ ലോക്ക് വലിച്ചു പൊട്ടിച്ച് അപ്പൂവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നു.
അപ്പോൾ അകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ വെളിയിലുള്ള ആ ഒരു കാവൽക്കാരൻ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ അകത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി അകത്തേക്ക് കയറുന്ന ആ ഒരു സമയം കൊണ്ട് അപ്പൂപ്പൻ എന്താ ചെയ്യുന്നറിയോ? ഈ ടാങ്കറിനുള്ളിൽ വെച്ചിട്ട് അപ്പൂപ്പൻ ആ കത്തിയുടെ പിടിയുണ്ടല്ലോ അത് കടിച്ചു പൊട്ടിച്ചിട്ട് ഈ കത്തി മാത്രം എടുത്ത് കയ്യിൽ വെച്ചിരുന്നു. അത് ഇത്രയും നേരം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്നറിയോ? അപ്പൂപ്പന്റെ തുടയിൽ തന്നെ ഒരു കീറലുണ്ടാക്കിയിട്ട് ആ ഒരു സ്കിന്നിനുള്ളിൽ ഈ കത്തി ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത് വേദനയെല്ലാം സഹിച്ച് അതങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നതും അയ്യോ പറയുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് അനങ്ങാതെ കിടക്കുമ്പോൾ ഈ സെക്യൂരിറ്റി പതിയെ അടുത്തേക്ക് വന്ന് അപ്പൂപ്പനെ വന്ന് തട്ടുമ്പോഴത്തേക്കും വെളിയിൽ മറ്റൊരു സെക്യൂരിറ്റി കൂടി ഉണ്ടായിരുന്നു. അതുമല്ല ഇപ്പൊ ഈ അപ്പൂപ്പനെ കൊണ്ടുപോകുന്നത് ഒരു ട്രെയിനിലാണ്. അപ്പോൾ വെളിയിലുള്ള ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിലോ ഉള്ളിലേക്ക് പോയിട്ട് നല്ല പേടിയുണ്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അകത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ സെക്യൂരിറ്റി ആ കഥയിലെ ചെറിയ ഭാഗം തുറന്നു നോക്കുമ്പോഴത്തേക്കും അകത്ത് ആ സെക്യൂരിറ്റി ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ ഇവൻ ചോദിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറഞ്ഞാൽ തലയാട്ടുന്നതും ഇവൻ പെട്ടെന്ന് ഡോർ തുറക്കുന്നതും വേറൊന്നുമല്ല, നമ്മുടെ അപ്പൂപ്പൻ ആ സെക്യൂരിറ്റിയെ 2 പീസായിട്ട് മാറ്റി ഈ തലയുടെ ഭാഗം മാത്രം എടുത്ത് കയ്യിൽ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് അതെടുത്ത് താഴേക്ക് കളഞ്ഞ് വെളിയിൽ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റിയെ അപ്പോഴും തന്നെ കൊല്ലും. അതേസമയം ഈ ട്രെയിനിന്റെ മറ്റൊരു ബോഗിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ വില്ലനും ആ ഒരു ജനറൽ ഉണ്ടല്ലോ അയാളുടെ കൂടെയുള്ള ആളുകൾ ഇവരെല്ലാവരും നമ്മുടെ അപ്പൂപ്പനെ പിടിച്ച ആ ഒരു സന്തോഷത്തിൽ മദ്യമെല്ലാം കഴിച്ചാൽ നല്ലതുപോലെ എൻജോയ് ചെയ്യാണ്. പക്ഷെ നമ്മുടെ വില്ലൻ മാത്രം മദ്യമൊന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ വില്ലൻ ആവശ്യം എന്താണ്? വില്ലനെ വെറുതെ വിടണം, വില്ലന് പണവുമായിട്ട് രക്ഷപ്പെട്ട് പോകണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ജനറൽ പറയും അതൊക്കെ തരാം, ഇപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം നീ ആഘോഷിക്കുക എന്നും പറഞ്ഞ് എല്ലാവരും മദ്യം കഴിക്കും. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും അപ്പൂവൻ ഈ ജനറലിൻ്റെ അടുത്തേക്ക് വരണം, അതേപോലെ തന്നെ നമ്മുടെ വില്ലനെ കൊല്ലണം. അതിനുവേണ്ടി ഈ ട്രെയിനിൽ തന്നെ ഒരു കോടാലിയുണ്ട്, അതും എടുത്തിട്ട് അടുത്തൊരു ബോഗിയിലേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പട്ടാളക്കാരെല്ലാം ഉറങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നിട്ട് ആ കോടാലി പിടിച്ച് പതിയെ പതിയെ നടന്നു പോന്നു. ചിലരാണെങ്കിലോ പെട്ടെന്ന് മറിഞ്ഞും തിരിഞ്ഞും അവരുടെ കൈയെല്ലാം വീണ് കിടപ്പുണ്ട്. പക്ഷെ അതിലൊന്നും തട്ടാതെ പതിയെ പതിയെ നടന്ന ഒരു വിധത്തിലെ ഈ ബോഗിയുടെ അവസാനം എത്താറാവുന്നതും പെട്ടെന്നൊരു പട്ടാളക്കാരെ എഴുന്നേൽക്കാണ്. എന്നിട്ട് മൂത്രം ഒഴിക്കാനായിട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ അപ്പൂപ്പനെ എന്തായാലും അവൻ കാണുന്നില്ല. അതുകൊണ്ട് അപ്പൂപ്പൻ നൈസായിട്ട് ഈ ഒരു ഡോറും തുറന്ന് വെളിയിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നും പെട്ടെന്ന് അടുത്ത ബോഗിയിലേക്ക് കയറും. അവിടെ കയറുമ്പോഴത്തേക്കാണ് അവിടെയും ഇതുപോലെ പട്ടാളക്കാരാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാവരും ഉറങ്ങിക്കിടക്കാണെന്ന് വിചാരിക്കുമ്പോൾ ഒരുത്തനിപ്പോൾ വെളിയിൽ പോയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പൂപ്പനെ കണ്ട് ഇവൻ അലറി വിളിക്കാനായിട്ട് വരുമ്പോൾ അപ്പൂവൻ കോടാലി ഇറക്കി ഒരു ഒറ്റയേറ അവൻ്റെ വായിലേക്ക് തറച്ചെങ്ങിരിക്കുന്നു. മിണ്ടാൻ പോലും കഴിയുന്നില്ല, അവൻ അവിടെ വെച്ച് മരിച്ചു. എന്നിട്ട് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് വേറൊരുത്തൻ പെട്ടെന്ന് അപ്പൂപ്പനെ കണ്ട് അവനും അലറി വിളിക്കാൻ വരുമ്പോൾ അവൻ്റെ ബെഡ് കൈകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ മറച്ചങ്ങ് പിടിക്കും. അപ്പോൾ അവൻ ശബ്ദം ഉണ്ടാക്കിയാലും പുറത്തേക്ക് വരത്തില്ല. എന്നിട്ട് കത്തി ഉപയോഗിച്ച് താഴെ നിന്ന് 2-3 കുത്ത് ആ ഒരു പട്ടാളക്കാരനെ കൊന്നു. എന്നിട്ട് അതേപോലെ തന്നെ ആ ഒരു ബെഡ് താഴേക്കങ്ങ് വെക്കുന്നതും ഇപ്പോൾ മുന്നിലേക്ക് നടന്നു പോവാണ്. ആ സമയം മുകളിൽ മരിച്ചവൻ്റെ ആ ഒരു രക്തം ഉണ്ടല്ലോ അത് താഴെ കിടക്കുന്ന ആ ഒരു പട്ടാളക്കാരൻ്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അപ്പം പെട്ടെന്ന് അത് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് മുന്നിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് വേറൊരു പട്ടാളക്കാരൻ താൻ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു കുപ്പിയുണ്ടല്ലോ മദ്യത്തിൻ്റെ, അത് പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഈ ബെഡിൻ്റെ വശത്തേക്ക് വെച്ചിട്ട് അത് കയ്യിൽ നിന്നും താഴെ വീണങ്ങ് പൊട്ടുന്നു. ഈ പൊട്ടുന്ന ശബ്ദം കേട്ട എന്തായാലും ആരും കണ്ണു തുറക്കുന്നില്ല. പക്ഷെ നമ്മുടെ അപ്പൂപ്പനി ഈ കുപ്പിച്ചിലിൻ്റെ മുകളിലൂടെ ചവിട്ടി പോയേ മതിയാവും, വേറെ വഴിയില്ല. അതുകൊണ്ട് വേദന സഹിച്ച് അതിന് മുകളിലൂടെ കാല് വെച്ചിട്ട് പതിയെ പതിയെ നടന്ന് മുന്നിലേക്ക് വരികയാണ്. അവിടെയാണ് മറ്റൊരു കാര്യം, ഈ രക്തം താഴെ കിടക്കുന്ന ഒരു പട്ടാൾക്കാരൻ്റെ മുകളിലേക്ക് വീഴുന്നല്ലോ, അവനിപ്പോൾ കണ്ണു തുറക്കുന്നതും അപ്പൂപ്പൻ പെട്ടെന്ന് താഴേക്ക് കിടക്കും. എന്നിട്ട് ഈ പൊട്ടിയ കുപ്പിച്ചിലിന് മുകളിലൂടെ തന്നെ കിടന്ന് അത് ദേഹത്ത് തളച്ച് കയറിയിട്ട് ഉരുണ്ടുരുണ്ട് അടുത്തുള്ള കട്ടിലിനടിയിലേക്ക് കയറും. അപ്പോഴേക്കും ഒരു എലിക്കെണിയുണ്ടല്ലോ അതിലും കൈ വന്നടിക്കുന്നുണ്ട്. എന്നാലും വേദന സഹിച്ചിട്ട് ഇപ്പം ആ ഒരു കുപ്പിച്ചില് മുകളിൽ നിന്നും പതിയെ വലിച്ചിങ്ങനെ ഊരുന്നു. ഈ സമയം കൊണ്ട് മുകളിലത്തെ ആ ഒരു ബെഡ് തകർന്ന് മരിച്ച ആ ഒരു പട്ടാളക്കാരൻ താഴെയുള്ള ആ ഒരു പട്ടാളക്കാരൻ്റെ മുകളിലേക്ക് വീഴുന്നതും ബാക്കി എല്ലാവരും ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് കണ്ണുറക്കാണ്. കണ്ണുറന്ന് നോക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ അപ്പൂപ്പൻ കട്ടിലിനടിയിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് ഇവരാരും കാണാതെ പെട്ടെന്ന് ആ ഡോറിനടുത്തുള്ള ആ ഒരു കോടാലിയും വലിച്ചൂരി ഡോർ അങ്ങടയ്ക്കും. എന്നിട്ട് ആ ഒരു കോടാലി കൊണ്ട് ഡോറ് ലോക്കും ചെയ്തു വയ്ക്കും. അതുകൊണ്ട് ഇവർക്കാർക്കും വെളിയിലേക്ക് ഇറങ്ങാനും കഴിയത്തില്ല. എന്നിട്ട് അടുത്തൊരു ബോഗിയിലേക്ക് വന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് എല്ലാവരും ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിനുള്ളിലേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ താഴെ കിടക്കുന്ന ആ ഒരു പട്ടാളക്കാരൻ്റെ പാൻറ്റും ഉടുപ്പും ഈ ഡ്രസ്സെല്ലാം എടുത്തിട്ട് നേരെ ട്രെയിനിന് മുകളിലേക്ക് കയറും. എന്നിട്ട് അതിന് മുകളിലോട്ട് നടന്നു പോകുന്നതും ഈ ട്രെയിനിൻ്റെ പുക കൊണ്ട് നല്ലതുപോലെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് ഒരു പൈപ്പ് വന്ന് അപ്പൂവൻ്റെ ദേഹത്തേക്ക് ഇടിച്ചിട്ട് അപ്പൂവൻ തെറിച്ച് ഈ പട്ടാളക്കാരി ഉണർന്നിരിക്കുന്ന ആ ഒരു ബോഗിയുണ്ടല്ലോ അതിന് ഉള്ളിലേക്ക് വന്ന് വീഴുന്നതും അവരെല്ലാവരും കണ്ട അപ്പൂവനെ. എന്നിട്ട് പെട്ടെന്ന് അതിലൊരു പട്ടാളക്കാരൻ അപ്പൂവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ പൈപ്പ് എടുത്ത് അങ്ങനെ കാണിച്ചു കൊടുക്കും.
ബുള്ളറ്റ് പൈപ്പിനുള്ളിലൂടെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു പട്ടാളക്കാരൻ്റെ ദേഹത്തേക്ക് ഒന്ന് കൊള്ളുന്നതും അവൻ മരിച്ചു. അങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ളവർ വരുന്നതും ഒരു തോക്കെടുത്ത് 2-3 പട്ടാളക്കാരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം കൂടി അപ്പൂപ്പൻ്റെ മുകളിലേക്ക് വന്ന് വീഴും. അപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിലോ അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുള്ളറ്റ് കൊള്ളുന്നത് ഈ മുകളിൽ മരിച്ചെടുക്കുന്ന പട്ടാളക്കാരുടെ മുകളിലേക്ക്. കുറേ നേരം ഷൂട്ട് ചെയ്ത് എല്ലാവരുടെയും ബുള്ളറ്റ് തീരുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ അങ്ങനെ എഴുന്നേറ്റ് അകത്തിരിക്കുന്ന 2 തോക്ക് ഉപയോഗിച്ചിട്ട് ഇവരെ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുമ്പോഴത്തേക്കും ഈ ശബ്ദം നമ്മുടെ വില്ലന് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വില്ലൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് തുറന്ന് അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ശബ്ദം നല്ലതുപോലെ തന്നെ കേൾക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ നിർത്തുന്നില്ല. ആ 2 തോക്കും വെച്ചിട്ട് അടുത്തൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് അതിനകത്തുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ കൊന്നുവരുമ്പോൾ നമ്മുടെ വില്ലന് മനസ്സിലായി അപ്പൂപ്പനാണ് ഇത് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം അതുമാത്രം ഇളക്കി അങ്ങ് വിടും. അതുകൊണ്ട് വില്ലനെ ഫോളോ ചെയ്ത് അപ്പൂപ്പന് പുറകെ പോകാനായിട്ട് കഴിയത്തില്ല. ഈ ബാക്കിയുള്ള ബോഗികളെല്ലാം പിറകിലുമായി. അപ്പൂപ്പൻ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വില്ലൻ അങ്ങനെ ദൂരേക്ക് പോകുന്ന കാര്യമാണ് അപ്പൂപ്പൻ കാണുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ നിൽക്കുന്ന ആ ഒരു ബോഗിയിൽ ഒരു വലിയ മിസൈൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ വില്ലൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ അകത്തേക്ക് ആ ഒരു ജനറലെല്ലാം ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെല്ലും. എന്നിട്ട് പെട്ടെന്നൊരു കത്തിയെടുത്ത് അടുത്തിരിക്കുന്ന ഒരു ജനറലിൻ്റെ കഴുത്തങ്ങറക്കും. പക്ഷെ ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. എല്ലാവരും വിചാരിക്കും ഈ ഒരു ജനറലിൻ്റെ ഉള്ളിലേക്ക് ഫുഡ് പോയിട്ട് ഇരുന്ന് ചുമയ്ക്കുകയാണെന്ന്. പക്ഷേ ഇയാളുടെ കഴുത്ത് മുറിഞ്ഞെന്നുള്ള കാര്യം ആരും അറിയുന്നില്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് രക്തം വരുന്നതും ഇത് കണ്ടെല്ലാവരും പേടിക്കുമ്പോൾ വില്ലൻ തൻ്റെ കയ്യിലുള്ള തോക്കെടുത്ത് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാ ജനറൽമാരെയും ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. എന്നിട്ട് അവസാനമുള്ള ആ ഒരു ജനറലിൻ്റെ നേർക്ക് ഇങ്ങനെ ചൂട്ടുമ്പോൾ അയാൾ പേടിച്ചിട്ട് ഓക്കെ നിനക്ക് തരാനുള്ള കാര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു പെട്ടിയെടുത്ത് തുറന്നു കാണിക്കുന്നു. അപ്പോൾ അതിനകത്താണ് പണം ഇരിക്കുന്നത്. ദേ ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വില്ലൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും വില്ലൻ ആ ഒരു പണം വാങ്ങി ഒരു ഷോട്ട് ഗൺ എടുത്തിട്ട് ദേ ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും പറഞ്ഞ് ആ ജനറലിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. അതേസമയം ഇവിടെ നമ്മുടെ അപ്പൂപ്പനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ഒരു ബോഗിയിലുണ്ടായിരുന്ന കുറച്ച് പട്ടാളക്കാർ മരിച്ചിട്ടില്ലായിരുന്നു. അവരിപ്പോൾ ആ ഒരു ഡോറും തുറന്ന് എല്ലാവരും നമ്മുടെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് നടന്നു വരും. വരുന്ന വഴിക്കാണെങ്കിലും ഒരുപാട് പേര് മരിച്ചെടുക്കുന്നതാണ് ഇവർ കാണുന്നത്. പേടിച്ച് മുന്നിലേക്ക് വരുന്നതും ഇവരുടെ മുന്നിലുള്ള ആ ഒരു മിസൈലുണ്ടല്ലോ അത് പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മിസൈൽ ഇപ്പോൾ പ്രവർത്തിച്ചിട്ട് അതിന് പിറകിലുള്ള ആ ഒരു തീ തട്ടി പുറകിലുള്ള പട്ടാളക്കാരെല്ലാം മരിക്കുന്നതും ഇപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം നല്ല സ്പീഡിന് ട്രാക്കിലൂടെ പോവാണ്. കാരണം ഈ ഒരു മിസൈലിൻ്റെ പവർ വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യുന്നത് വേറെ ആരുമില്ല നമ്മുടെ അപ്പൂപ്പനും. അതും ഈ മിസൈലിൻ്റെ വേഗതയിൽ ട്രാക്കിലൂടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം നല്ല വേഗതയിൽ പോകുന്നു. ഇവിടെ നമ്മുടെ വില്ലനാണെങ്കിലോ ഈ ട്രെയിൻ കിടന്ന് കുലുങ്ങുന്നത് അത് ട്രാക്ക് കുലുങ്ങിയിട്ടാണ്. അതിലൂടെ തന്നെ വില്ലന് മനസ്സിലാവുന്നുണ്ട് പിറകിലൂടെ എന്തോ ഒരു കാര്യം വരുന്നുണ്ടെന്ന്. അങ്ങനെ ഈ വില്ലൻ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ നല്ല വേഗതയിൽ വന്നിട്ട് ഈ ഒരു ട്രെയിനിലേക്ക് ആ കമ്പാർട്ട്മെൻറ്റ് വന്ന് ഇടിച്ച് അപ്പൂപ്പൻ തെറിച്ചു വന്ന് വില്ലൻ്റെ ആ ഒരു റൂമിലേക്ക് വീഴും. എന്നിട്ട് പിന്നെ എന്താണ് 2 പേരും കൂടി ഫൈറ്റ് തുടങ്ങാണ്. നിർത്തുന്നില്ല. ഇപ്പം അപ്പൂപ്പൻ്റെ ആ ഒരു ദേഷ്യം മുഴുവൻ വില്ലനോട് തീർക്കുമ്പോഴത്തേക്കും വില്ലനും വെറുതെ ഇരിക്കുന്നില്ല. വില്ലനും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ഒരു വാഷ് ബേസിൻ ഉണ്ട്. അവിടേക്ക് നമ്മുടെ അപ്പൂപ്പനെ പിടിച്ച് മുക്കി വെക്കുന്നതും അപ്പൂപ്പൻ ഒരു സ്പൂൺ എടുത്തിട്ട് വില്ലൻ്റെ കാലിലേക്ക് കുത്താൻ ശ്രമിക്കും. പക്ഷെ അതിന് മൂർച്ചയില്ല. അപ്പോഴേക്കാണ് കൈയിട്ടിട്ട് അടുത്തൊരു ഫോർക്ക് ഉണ്ടല്ലോ അതെടുത്ത് വില്ലൻ്റെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പോൾ വില്ലൻ അത് കാലിൽ നിന്ന് ഊരി അപ്പൂപ്പൻ്റെ മുതുകിലേക്ക് കുത്തും. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഫോർക്ക് എടുത്ത് വീണ്ടും വില്ലൻ്റെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത്. വില്ലൻ അത് ഊരിയിട്ട് അപ്പൂപ്പൻ്റെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് നമ്മുടെ വില്ലനെ ഇടിച്ച് താഴേക്ക് ഇടുമ്പോഴത്തേക്കും വില്ലൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പൂപ്പനെ ഇടിച്ച് താഴേക്കിട്ട് ഒരു കമ്പി എടുത്ത് വെച്ച് 2-3 അടി എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ അനങ്ങാൻ കഴിയുന്നില്ല. അപ്പൂപ്പൻ കൈ കൊണ്ട് തടയുമ്പോഴത്തേക്കും കൈയെല്ലാം പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് വില്ലൻ പറയും നീ അത്രയും വലിയൊരു വീരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വില്ലൻ ഒരു ഷവൽ അങ്ങനെ കയ്യിലെടുത്തിട്ട് ദേ എന്നെ നോക്കുന്നതും പറഞ്ഞ് അപ്പൂപ്പനെ ഒരു ഒറ്റയടി അപ്പൂപ്പൻ തെറിച്ചു വന്ന് വീഴുന്നത് ആ ഒരു മിസൈലിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അപ്പൂപ്പൻ്റെ മുന്നിലേക്ക് നടന്നു വന്ന് വില്ലൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് ഒരു ബോൾട്ട് അങ്ങനെ വായിൽ നിന്ന് തുപ്പി താഴേക്കിടുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു മിസൈൽ അങ്ങനെ റണ്ണിൽ നിൽക്കുവാണല്ലോ. അതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നട്ടും ബോൾട്ടുമാണ് അപ്പൂപ്പൻ ഊരി വിട്ടിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ആ ഒരു നട്ടും ബോൾട്ടും ഈ ഒരു മിസൈൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ വില്ലൻ്റെ പിറകെ പോകുന്നു. വില്ലനാണെങ്കിൽ പേടിച്ച് അവസാനം അടുത്തുള്ളൊരു ബോഗിലേക്ക് വന്ന് വീഴുന്നതും മിസൈൽ പതിയെ വില്ലൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കും. എന്തോ ഭാഗ്യത്തിന് വില്ലനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ വില്ലൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ആ ഒരു ബോഗിയായിട്ട് ഇവിടെ ദൂരെ തന്നെ നിൽക്കുകയാണ്. ട്രെയിൻ കുറേ ദൂരം പോയി.
കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് മിസൈൽ കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് നമ്മുടെ വില്ലൻ്റെ തലയിലേക്ക് ഇടിച്ചങ്ങ് കയറുന്നതും ഈ മുന്നിലത്തെ ഭാഗത്തൊരു പ്രഷർ തട്ടുമ്പോഴാണല്ലോ ബോംബ് പൊട്ടുന്നത്, ഈ മിസൈൽ പൊട്ടുന്നത്. അങ്ങനെ ഈ മിസൈൽ പൊട്ടിത്തെറിക്കുന്നതും വില്ലൻ്റെ കാര്യം കഴിഞ്ഞു. അതോടെ നമ്മുടെ അപ്പൂപ്പനും രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ അപ്പൂപ്പൻ്റെ പിറകെ വരാനായിട്ട് വേറെ ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ അപ്പൂപ്പൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇപ്പം അപ്പൂപ്പൻ്റെ വീട്ടിലെ ആ ഒരു തടിയും ഭാഗങ്ങളുണ്ടല്ലോ അത് ഈ ട്രെയിനിൽ തന്നെ വില്ലന്മാർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പം അടുത്ത സീനിൽ കാണിക്കുമ്പോൾ തൻ്റെ രാജ്യത്തെ ആ ഒരു ബോർഡർ ഉണ്ട്, അവിടെ 2 പട്ടാളക്കാർ കാവലിനിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ട്രാക്കിലൂടെ എന്തോ വരുന്നൊരു ശബ്ദം, പക്ഷേ ട്രെയിനല്ല. ഇത് കാരണം ഇവർ രണ്ടുപേരും പേടിച്ച് തോക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ട്രാക്കിലൂടെ വരുന്നത് തൻ്റെ വീടിൻ്റെ ആ ഒരു തടിയും ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ ഒരു ബോഗിയിൽ വെച്ചിട്ട് ട്രാക്കിലൂടെ ആ ഒരു അതിർത്തിയിലേക്ക് വരും. അപ്പോൾ ഈ പട്ടാളക്കാർ അപ്പൂവനെ കാണുമ്പോഴത്തേക്കും അപ്പൂപ്പൻ തൻ്റെ പാസ്പോർട്ട് എടുത്തവരുടെ കയ്യിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ ഈ പാസ്പോർട്ട് പരിശോധിച്ച് നോക്കുന്നു. അതുപോലെ ഇവരുടെ രാജ്യത്തുള്ള ഒരാളാണെന്ന് കൂടി അറിയുന്നതും ഇവർക്ക് അത്രയും ബഹുമാനം പെട്ടെന്ന് അവർ സല്യൂട്ട് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പൂപ്പനെ അറിയാത്ത ആരും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇവർ അപ്പൂപ്പനെ അത്രയും ബഹുമാനിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പൻ തൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഒരിടത്ത് താനൊരു പുതിയ വീടുണ്ടാക്കുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പോഴത്തേക്കാണ് കുറേ ആളുകൾ കോടാലിയും കയറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു വരുന്നു. കൂട്ടത്തോടെ നടന്നു വരുന്നത് കാണുമ്പോഴത്തേക്കും അപ്പൂപ്പൻ വിചാരിക്കും, ഓക്കെ ഇതോടെ പ്രശ്നം തീർന്നില്ല, അടുത്ത വില്ലന്മാർ തന്നെ കൊല്ലാൻ വരികയാണ് എന്ന് വിചാരിച്ചിട്ട് കോടാലിയും കയ്യിൽ പിടിച്ച് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. കാണിക്കുമ്പോൾ ഇവരെല്ലാവരും നടന്നു വന്ന് അപ്പൂപ്പൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അപ്പൂപ്പൻ ഇവരെല്ലാവരും പേടിച്ചിങ്ങനെ നോക്കി നിൽക്കും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇവരാണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ, നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോഴത്തേക്കും അപ്പൂപ്പൻ അങ്ങനെ അപ്പൂപ്പൻ്റെ മുഖത്തൊരു വിഷമം വരുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയാൻ കഴിയത്തില്ല. കാരണം ഇത്രയും കാലം അപ്പൂപ്പൻ ഇതുപോലൊരു സഹായം വേണമെന്ന് ആരും ചോദിച്ചിട്ടില്ല. അപ്പൂപ്പനെ കൊല്ലാനല്ലാതെ വേറെ ആരും അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല. അതുകൊണ്ട് ഇത്രയും നല്ല മനുഷ്യരെ കാണുമ്പോഴത്തേക്കും അപ്പൂപ്പൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആ ഒരു കോടാലി എടുത്ത് സാധാരണ രീതിയിൽ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും അപ്പൂപ്പനെ സഹായിക്കാൻ വേണ്ടി ആ വീടിൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ വീട് നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടെ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്ന നമ്മുടെ അപ്പൂപ്പനെ ആരെങ്കിലും കൂട്ടിനുണ്ടായി. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.